ഹലോ ഫ്രണ്ട്സ്, 2025 ഫെബ്രുവരി 8 നടന്ന 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കോഡ് എ പ്രകാരമുള്ള പ്രൊവിഷണൽ കീയിലെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. നമുക്കറിയാം, ഷെഡ്യൂൾ 7-ൽ 3 ലിസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത്: സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന കാര്യങ്ങളാണ് റെയിൽവേ, ഇൻകം ടാക്സ്, ഫോറിൻ അഫയേഴ്സ്, കസ്റ്റംസ് തീരുവ, കോർപ്പറേഷൻ, തപാൽ, സെൻസസ്, ടെലഫോൺ, ലോട്ടറി, പ്രതിരോധം എന്നിവ. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോലീസ്, ജയിൽ, ക്രമസമാധാനം, ഗതാഗതം, ഭൂനികുതി, തദ്ദേശ സ്വയംഭരണം, കെട്ടിട നികുതി, കാർഷിക നികുതി, ഹെൽത്ത് പ്രോബ്ലംസ്, മത്സ്യബന്ധനം, കൃഷി എന്നിവ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാരേജ്, ജനസംഖ്യാ നിയന്ത്രണം, പ്ലാനിംഗ്, അതുപോലെ ഫാമിലി പ്ലാനിംഗ്, വിദ്യാഭ്യാസം, സാമ്പത്തികമായ ആസൂത്രണങ്ങൾ, സാമൂഹികമായ ആസൂത്രണം, വൈദ്യുതി, ജുഡീഷ്യറി, ക്രിമിനൽ കേസ്, വനം, വന്യജീവികൾ, ഡൈവോഴ്സ്, അഡോപ്ഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. യൂണിയൻ ലിസ്റ്റിൻ്റെ തുടക്കത്തിൽ 97 കാര്യങ്ങളും നിലവിൽ 100 കാര്യങ്ങളുമാണുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ തുടക്ക സമയത്ത് 66 കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ 61 കാര്യങ്ങളാണുള്ളത്. കൺകറന്റ് ലിസ്റ്റിൽ തുടക്ക സമയത്ത് 47 കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ 52 കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിട്ടുള്ളത്. ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മുഴുവൻ സമയ കായിക താരം, അതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്യനായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരവും ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെയും പേരുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. കേരള നടനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഗുരു ഗോപിനാഥ്. യക്ഷഗാനത്തിന് പാർത്തി സുബ്ബ, ചവിട്ട് നാടകത്തിന് ചിന്നത്തമ്പി പിള്ള, കൂടിയാട്ടത്തിന് ഗുരുമണി മാധവ ചാക്യാർ. ക്വസ്റ്റ്യൻ 4, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി, ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ലിഗ്നോസാറ്റ് എന്നത് ലോകത്തിലെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ് ആണ്. ജപ്പാനിലെ കോട്ടോ സർവകലാശാലയും സുമിറ്റോമോ ഫോറസ്ട്രിയും ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 6 മാസമാണ് കാലാവധി. അതുപോലെ ബഹിരാകാശത്തെ ദുർഘട സാഹചര്യത്തെ മരത്തടി എങ്ങനെ മറികടക്കും എന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വിക്ഷേപണം. ഇതിനുവേണ്ടി ജപ്പാനിലെ ഹിനോക്കി എന്ന മരത്തിൻ്റെ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിഗ്നോസാറ്റിലെ ലിഗ്നം എന്ന് പറയുന്ന വേർഡ് തടി എന്നതിൻ്റെ ലാറ്റിൻ വേർഡാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ എന്നിവ. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ,
കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ എന്നിവ. 6ാമത്തെ ക്വസ്റ്റ്യൻ, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം. ഓപ്ഷൻ ഡി കോഴിക്കോടാണ് ആൻസർ. ഒക്ടോബർ 31 UN നഗരദിനമായി ആചരിക്കുന്നത്. 7. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. 8. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. അതുപോലെ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ഇത് രണ്ടും ശരിയാണ്. 9. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്ത്? ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപമാണ് ആൻസർ. രാഷ്ട്രപതി ഭവനിലെ 2 പ്രധാനപ്പെട്ട ഹാളുകളുടെ പേര് രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ് പുനർനാമകരണം ചെയ്തത്. ദർബാർ ഹാളിനെ ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാളിനെ അശോക് മണ്ഡപം എന്നുമാണ് പേര് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി സ്വീകർത്താക്കൾക്ക് അഭിമാനകരമായ ബഹുമതികൾ നൽകുന്ന സിവിൽ ഡിഫൻസ് നിക്ഷേപ ചടങ്ങുകൾ നടത്തുന്നതിന് ഈ ഗണതന്ത്ര മണ്ഡപം ഉപയോഗിക്കുന്നു. 10. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. കേരള വിനോദസഞ്ചാര ദിനം 2021 സുസ്ഥിര യാത്രകൾ കലാതീതമായ ഓർമ്മകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള വിനോദസഞ്ചാരം 2024 തീം വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും എന്ന തീമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. UNEP 2024 തീം നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോക വിനോദസഞ്ചാര ദിനം 2024 തീം വിനോദസഞ്ചാരവും സമാധാനവുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. 11. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സിന്ധുവിൻ്റെ പോഷക നദിയാണ് സത്ലജ്. സിന്ധു നദി പടിഞ്ഞാറിലോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയുമാണ്. 2. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏത്? ഓപ്ഷൻ സി നവംബർ മധ്യമാണ് ആൻസർ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 കാർഷിക വിളക്കാലങ്ങളാണുള്ളത്. ഖാരിഫ് വിളകൾ, റാബി വിളകൾ, സെയ്ദ് വിളകൾ. സെയ്ദ് വിളകൾ എന്നാൽ അതിൽ പഴം, പച്ചക്കറി എന്നിങ്ങനെയുള്ള സമ്മർ ക്രോപ്പുകളാണ് ഉൾപ്പെടുന്നത്. മാർച്ച്, ജൂൺ മാസങ്ങളിലാണ് അവ കൃഷി ചെയ്യുന്നത്. ഖാരിഫ് വിളകൾ ജൂൺ, നവംബർ മാസങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇവ മൺസൂൺ ക്രോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, നിലക്കടല, കരിമ്പ്, ചണം എന്നിവയൊക്കെ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടുന്നവയാണ്. റാബി വിളകൾ നവംബർ, മാർച്ച് മാസങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇവ വിൻ്റർ ക്രോപ്പ് എന്നറിയപ്പെടുന്നു. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവ റാബി വിളകളാണ്. 13ാമത്തെ ചോദ്യം, കോട്ടോണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? ഓപ്ഷൻ ഡി മുംബൈ ആണ് ആൻസർ. 14. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാലയാണ് ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. പഞ്ചവത്സര പദ്ധതികളിൽ പലവട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഇരുമ്പുരുക്ക് ശാലകൾ. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 ഈ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിക്കുന്നത്. 1956-61 കാലയളവുകളിൽ. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടുകൂടി ഒഡീഷയിൽ,
ഫിലായി റഷ്യയുടെ സഹായത്തോടുകൂടി ഛത്തീസ്ഗഡിൽ, ദുർഗാപൂർ ബ്രിട്ടനിൻ്റെ സഹായത്തോടുകൂടി പശ്ചിമ ബംഗാളിൽ ആണ് ആരംഭിച്ചത്. ഇതിൽ ഇന്ത്യയിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്റ്റീൽ പ്ലാന്റാണ് ഫിലായി. എന്നാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1961 തൊട്ട് 1966 വരെയായിരുന്നു. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സഹായത്തോടുകൂടി ജാർഖണ്ഡിൽ വരുന്നത്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്. 15 ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണിത്. ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നതാണ് ആൻസർ. 16 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളാണ്. 17 ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ളതാണ്. 1952-53 കാലയളവുകളിലുണ്ടായിരുന്ന മുതലിയാർ കമ്മീഷനാണ് ത്രിഭാഷാ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. കോത്താരി കമ്മീഷൻ 1964-66 കാലഘട്ടങ്ങളിൽ വന്ന കമ്മീഷനാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ടു. അതിൻ്റെ അധ്യക്ഷൻ DS കോത്താരി ആയിരുന്നു. 10, +2, +3 വിദ്യാഭ്യാസ മാതൃക കൊണ്ടുവരണമെന്ന് പറഞ്ഞ കമ്മീഷനാണ്. അതുപോലെ ദേശീയ വിദ്യാഭ്യാസ മാതൃക രൂപീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത്. 1968 ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വരാൻ കാരണമായതും ഈ കമ്മീഷനാണ്. ഈ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പാക്കണം, വർക്ക് എക്സ്പീരിയൻസിന് പ്രാധാന്യം നൽകണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം, അഥവാ മാർഗനിർദ്ദേശവും മാർഗദർശനവും അതിൽ ഊന്നൽ നൽകിയ വിദ്യാഭ്യാസം വേണം കൊടുക്കാൻ എന്നിവയാണ് കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ. 18 കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി പറവൂറാണ് ആൻസർ. 9 തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ് ആണ് ആൻസർ. 20 സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. കുമാരഗുരുദേവൻ PRDSുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം രൂപീകരിച്ചു. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ രൂപീകരിച്ചു. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം രൂപീകരിച്ചു. 21 ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടനായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആര്? ഓപ്ഷൻ ഡി ആനി ബെസന്റ് ആണ് ആൻസർ. 22 നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവമാണ് ആൻസർ. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഗ്രാമീണർ അവിടുത്തെ പോലീസുകാരെ കൊലപ്പെടുത്തുകയുണ്ടായി. ഈ ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായിട്ട് 1922 ഫെബ്രുവരി 12 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത്. ഇങ്ങനെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിക്കുകയും ഉണ്ടായി. 3 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആര്? ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമനാണ് ആൻസർ. ബഹദൂർ ഷാ രണ്ടാമൻ ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിനെ കലാപകാരികൾ ഇന്ത്യയുടെ ഭരണാധികാരിയായി പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടികൂടുകയും മ്യാൻമറിൻ്റെ തലസ്ഥാനമായ രംഗൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തിരുന്നു. 24 ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 25 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ ബി അവനീന്ദ്രനാഥ ടാഗോർ ആണ് ആൻസർ.
26 ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിനു വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം എന്ത്? ആൻസർ ഓപ്ഷൻ എ നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. ആദ്യ സമ്മേളനം നടക്കുന്നത് 2015 ഫെബ്രുവരി 8. ടീം ഇന്ത്യ എന്നാണ് നീതി ആയോഗ് അറിയപ്പെട്ടത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് ഫുൾ നെയിം. ആദ്യ ചെയർമാൻ നരേന്ദ്രമോദി, ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ, ആദ്യത്തെ CEO സിന്ധു സി കുള്ളർ. 7 പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജിയാണ് ആൻസർ. 28 ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ഇ രാജാറാം മോഹൻ റോയ് ആണ് ആൻസർ. എന്നും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 29 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? ഓപ്ഷൻ ഡി ഫസൽ അലിയാണ് ആൻസർ. അത് ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ട് തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഇതും വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി 1936 ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ നടക്കുന്നത് 1936 നവംബർ 12, മലബാറിൽ 1947 ജൂൺ 2, കൊച്ചിയിൽ 1947 ഡിസംബർ 20 എന്നീ തീയതികളിലാണ്. 31 താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഉൾപ്പെടുന്നവയാണ് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കുവാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനുള്ള അവകാശം എന്നിവ. നമ്മുടെ 6 മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29, 30 എന്നിവയിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 29 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെപ്പറ്റിയും അതിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് ജാതി, മത, വർഗ, ഭാഷ തുടങ്ങിയ വിഭജനം പാടില്ല എന്നും പറയുന്നു. മൈനോരിറ്റി എന്ന പദം ആദ്യമായിട്ട് ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ താൽപ്പര്യമനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിക്കുവാനുള്ള അവകാശവും നൽകുന്നു. 32 അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏത്? ഓപ്ഷൻ സി ശ്രീലങ്കയാണ് ആൻസർ. 33 ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജെട്ടി അല്ലെങ്കിൽ BD ജെട്ടി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് കാലാവധി പൂർത്തിയാക്കാത്ത രണ്ടാമത്തെ പ്രസിഡന്റാണ്. അതുപോലെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റും ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച പ്രസിഡന്റും അദ്ദേഹമാണ്. എന്നാൽ ഈ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന BD ജെട്ടിയാണ്. 34 അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 51(4) ആണ് ആൻസർ. ഓപ്ഷൻ ഡി. നമുക്കറിയാവുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന ഒരു മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഒരു ഭാഗമാണ്. 35 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമുള്ള ശമ്പളം, ബത്ത എന്നിവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 97. ഓപ്ഷൻ ബി ആണ് ആൻസർ. 36 തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് തെറ്റ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാക്കാം. അത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനകളാണ് നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല, ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്, ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെൻറ്റ് നിയമം വഴി തീരുമാനിക്കുന്നു. 37 വിവരാവകാശ കമ്മീഷന്റെ ഘടനയെന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ,
ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. 38 നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആര്? ഓപ്ഷൻ സി ആണ് ശ്രീ വി ഹരി നായർ. 39 ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോഡ് ഉദ്ഘാടനം നടന്നത്? ഓപ്ഷൻ ബി NH-66 മുംബൈ ഗോവയാണ് ആൻസർ. 40 സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി 39B ആണ് ആൻസർ. ഇത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. 41 കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏത്? ഓപ്ഷൻ ഡി ആലപ്പുഴ. 42 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ പള്ളിവാസൽ. 43 ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 34 ആണ് ആൻസർ. ഇതിൽ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ നദികൾ 44 കിഴക്കോട്ടൊഴുകുന്നത് 3, കബനി, ഭവാനി, പാമ്പാർ എന്നിവ. പടിഞ്ഞാറോട്ടൊഴുകുന്നത് 41. 44 പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ വയനാടാണ് ആൻസർ. സംസ്ഥാനത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും പൂക്കോടാണ്. 45 കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴയാണ് ആൻസർ. മഞ്ചേശ്വരം പുഴ വടക്കേ അറ്റത്തെ നദിയും കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയുമാണ്. 46 അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി? ആൻസർ ഓപ്ഷൻ ബി ആണ് സി ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടുന്ന ആദ്യത്തെ മലയാളി വനിത ഏലമ്മയാണ് 1975. 47 കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? ഓപ്ഷൻ സി പാലക്കാടാണ് ആൻസർ. കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്. അത് കേരളത്തിൽ പാലക്കാടാണ് കാണപ്പെടുന്നത്. 48 പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ സി ആനമുടിയാണ് ആൻസർ. ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, സഹ്യപർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഉപദ്വീപ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. 49 കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ കല്ലട. 50 തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വേമ്പനാട് കായൽ. 51 അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് ആൻസർ. അദ്ദേഹം തിരുവനന്തപുരത്ത് വെങ്ങാനൂറാണ് ജനിക്കുന്നത്. 52 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? ആൻസർ ഓപ്ഷൻ സി ഗിഫോർഡ് ആണ്. 53 വാഗൺ ട്രാജഡി നടന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് 1721 നവംബർ 10. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് വാഗൺ ട്രാജഡി. പോത്തന്നൂരിലെ ദുരന്തം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. 54 പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ് വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാട് എന്നാൽ വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. അദ്ദേഹം പാലക്കാട് മേഴത്തൂർ തൃത്താല ഗ്രാമത്തിലെ പൊന്നാനി താലൂക്കിലാണ് ജനിക്കുന്നത്. 55 താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് പാലിയം സത്യാഗ്രഹം. ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചിരിക്കുന്നത്. ആദ്യത്തെ തവണ 1920 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് പ്രചരണാർത്ഥം. രണ്ടാമത് 1925 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച്. മൂന്നാമത് 1927 ഒക്ടോബർ 9 ഖാദി വസ്ത്രപ്രചരണാർത്ഥം തെക്കേ ഇന്ത്യൻ സന്ദർശനത്തിൻ്റെ വേളയിൽ. നാലാമത് 1934 ജനുവരി 10 ഹരിജൻ ഫണ്ട് സമാഹരണം. അഞ്ചാമത് 1937 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിരിക്കുന്നത്. 56 എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 5.
57. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ആൻസർ എ ആണ് ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 ജനിക്കുന്നത്. വെങ്ങാനൂർ, തിരുവനന്തപുരം. ഡോക്ടർ പൽപ്പുവും 1863 തന്നെയാണ്. 1863 നവംബർ 2 ജനിച്ചത്. അദ്ദേഹം തിരുവനന്തപുരത്ത് പേട്ടയിലാണ് ജനിക്കുന്നത്. 58. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കയ്യൂർ സമരം. കയ്യൂർ സമരം 1941 നടന്നത് കാസർഗോഡ് ജില്ലയിൽ. ഇതിനെപ്പറ്റി ആസ്പദമാക്കിയ നോവലാണ് ചിരസ്മരണ. ചിരസ്മരണ എഴുതിയത് നിരഞ്ജനയാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയ സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രൻ. കയ്യൂർ സമരത്തെ തുടർന്ന് ലാത്തിച്ചാർജിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ് സുബ്ബരായൻ. മറ്റൊരു ഓപ്ഷനായിരുന്നു മൊറാഴ സമരം. മൊറാഴ സമരം നടന്നത് 1940 കണ്ണൂരിലാണ് നടന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമാണിത്. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദനപരമായ നയത്തിനും എതിരെ കമ്മ്യൂണിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് മൊറാഴ സമരം. കരിവെള്ളൂർ സമരം 1946 കരിവെള്ളൂർ കർഷക സമരത്തിലെ സമരനായിക കെ ദേവയാനിയാണ്. പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് 1946 തുലാം 10 സമരം എന്നും അറിയപ്പെടുന്നു. CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടന്ന സമരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഇതിൻ്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നാണ്. പുന്നപ്ര വയലാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വലിയ ചുടുകാട്, വയലാർ. വയലാർ സ്റ്റാൻലിൻ എന്ന് അറിയപ്പെടുന്നത് CK കുമാരപണിക്കർ. 29. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആര്? ആൻസർ എ ആണ് AV കുട്ടിമാളു അമ്മ. 60. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? ആൻസർ എ ആണ് കുമാരഗുരുദേവൻ. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം രൂപീകരിച്ച വ്യക്തിയാണ്. എല്ലാ പള്ളിക്കുമൊപ്പം പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. 21. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെർബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്ന ഭാഗമാണ്, ബ്രെയിനിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നാണ് സെറിബെല്ലം അറിയപ്പെടുന്നത്. ഹൃദയസ്പന്ദനം, കിഡ്നി, ശ്വസനം, അവയവങ്ങളുടെ പ്രവർത്തനം, രക്തക്കുഴലുകളുടെ സംയോജവികാസം, അങ്ങനെയുള്ള എല്ലാത്തരം ഇൻവോളണ്ടറി ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കോട്ടയാണ്. എന്നാൽ എല്ലാ ഐച്ഛിക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്, ഓർമ്മ, ചിന്ത, ബുദ്ധി തുടങ്ങിയ എല്ലാ ഐച്ഛിക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് സെറിബ്രം ആണ്. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. 62. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ എ ആണ് ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വാൾട്ടർ ജി റോസൻ. 63. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് പെരിയോസ്റ്റിയം. 64. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കുവാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജീവകം കെ. ജീവകം കെ ഫിലോക്വിനോൺ എന്നാണ് അറിയപ്പെടുന്നത്. രക്തം കട്ട പിടിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വൈറ്റമിനാണ് വിറ്റാമിൻ കെ. വൈറ്റമിൻ എ റെറ്റിനാൾ എന്നറിയപ്പെടുന്നു. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിനാണ് എ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു. എല്ല്, പല്ല് എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് വളരെ സഹായകരമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇത് സൂര്യപ്രകാശത്തിൽ നിന്ന് ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നും അറിയപ്പെടുന്നു. ഇനി വൈറ്റമിൻ സി. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പല്ല്, ത്വക്ക്, ബ്ലഡ് സെൽസ്, മോണ എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ്. ചൂടാക്കിയാലോ വെള്ളത്തിലിട്ട് വെച്ചാലോ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണിത്. ഇത് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും ആൻറ്റി ഓക്സിഡൻ്റ് ആയ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു.
65 തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏതു മൂലകത്തിൻ്റെ കുറവാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നൈട്രജൻ. 66 ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വൈറസ്. 67 പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം എന്ത്? മെയ് 23 ലോക കടലാമ ദിനമാണ്. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5 ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 22 ലോക കണ്ടൽ ദിനം ജൂലൈ 26 ആഘോഷിക്കുന്നത്. 8 കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി എന്ത്? ഓപ്ഷൻ ബി വയോമധുരമാണ് ആൻസർ. 69 കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം ഏത്? ഓപ്ഷൻ സി തിരുവനന്തപുരമാണ് ആൻസർ. 70 കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ആൻസർ ഓപ്ഷൻ ബി ഹൃദയം. 71 ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഖരം. ജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 1435 മീറ്റർ പെർ സെക്കൻഡ്, തടിയിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 3850 മീറ്റർ പെർ സെക്കൻഡ്, വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്. 72 പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ഊർജം. വർക്ക്, എനർജി, ഹീറ്റ് എന്നിവയ്ക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂളിലാണ്. 73 ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് രാസഫലം. 4 ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ് 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 75 ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ JJ തോംസൺ ആണ്. റൂദർഫോർഡിൻ്റെ മോഡൽ സൗരയൂഥ മാതൃക, പ്ലാനറ്ററി മാതൃക എന്നിങ്ങനെയൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ജെയിംസ് ചാഡ്വിക് ന്യൂട്രോണിനെ കണ്ടുപിടിച്ച വ്യക്തിയാണ്. 76 ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 77 ചുവടെ കൊടുത്തവയിൽ നിന്നും സദിശ അളവ് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് പ്രവേഗം. സ്കെയിലാർ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സ്കെയിലാർ ക്വാണ്ടിറ്റികൾ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡുകൾ മാത്രമുള്ള ക്വാണ്ടിറ്റീസ് ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡിനോടൊപ്പം തന്നെ ഡയറക്ഷനും കാണും. സ്കെയിലാർ ക്വാണ്ടിറ്റികൾക്ക് ഉദാഹരണമാണ് ഡിസ്റ്റൻസ് അഥവാ ദൂരം, സ്പീഡ് അഥവാ വേഗത, ടൈം, പ്രഷർ, മാസ്, എനർജി, വോളിയം, ഡെൻസിറ്റി, പവർ എന്നിവ. വെക്റ്റർ ക്വാണ്ടിറ്റീസിന് ഉദാഹരണമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരണം, വെലോസിറ്റി അഥവാ പ്രവേഗം, ആക്സിലറേഷൻ അഥവാ ത്വരണം, ഫോഴ്സ്, മൊമെൻറ്റം എന്നിവ. 78 ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞനിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ടാട്രാസൻ. 79 ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ആൻസർ ഓപ്ഷൻ ബി ആണ് സിങ്ക്. കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ചാർക്കോളേറ്റ്, മാലക്കൈറ്റ്, കോപ്പർ പൈറേറ്റേസ് എന്നിവ. ഇരുമ്പിൻ്റേത് പ്രധാനമായിട്ടും ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറേറ്റീസ്. അയൺ പൈറേറ്റീസ് ഫൂൾസ് ഗോൾഡ് അല്ലെങ്കിൽ വിഡ്ഢികളുടെ സ്വർണം എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട അലുമിനിയത്തിൻ്റെ അയിരുകളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ് എന്നിവ. സിങ്കിന് കലാമിൻ കൂടാതെ സിങ്ക് ബ്ലണ്ട് എന്ന് പറയുന്ന ഒരു അയിരും ഉണ്ട്. 80ാമത്തെ ചോദ്യം ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് പൊട്ടാസ്യം. കാൽസ്യത്തിൻ്റേത് Ca-യും കാഡ്മിയത്തിൻ്റേത് Cd-യും സോഡിയത്തിൻ്റേത് Na-യുമാണ്. ഇനി മാത്സ് ചോദ്യങ്ങളാണ്. 81 3 × 2 × 2 - 4 + 5 × 2. ആൻസർ എ ആണ് 9. ഇത് ബോഡ് മാസ് റൂൾ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. എന്ന് പറയുമ്പം ആദ്യം ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ. 82 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? ആൻസർ ഓപ്ഷൻ ഡി 5/7 ആണ്. 2/7
അധികം ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ, ആ സംഖ്യേനെ നമ്മൾ എക്സ് ആയിട്ട് കണക്കാക്കുന്നു, ഈക്വൽ ടു 1 എടുക്കുക. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ സംഖ്യ എക്സ് എന്ന് പറയുന്നത് 1 നിന്നും 2/7 കുറയ്ക്കുന്ന സംഖ്യ ആയിരിക്കും. അതാണ് 5/7. 83 റൂട്ട് ഓഫ് 0.01 ഇൻറ്റു റൂട്ട് ഓഫ് 0.0025. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 0.005 ആണ്. കാരണം 1ൻ്റെ റൂട്ട് 1 തന്നെയാണ്. പക്ഷേ റൂട്ട് ഓഫ് 0.01 ആയതുകൊണ്ട് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 0.1ഉം 25ൻ്റെ റൂട്ട് 5 ആണ്. പക്ഷേ 0.0025ൻ്റെ റൂട്ട് എടുക്കുമ്പം 0.05ഉം കിട്ടും. അതിൻ്റെ ആൻസർ 0.005. 84 രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണനഫലം 621ഉം തുക 50ഉമാണ്. ഈ ഓരോ ഒറ്റസംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി 725 ആണ്. 85 122 ഇൻറ്റു 41 5002 ആയാൽ 1.22 ഇൻറ്റു 41ൻ്റെ ആൻസർ എത്ര? ആൻസർ ഓപ്ഷൻ സി 50.02 ആണ്. ഇവിടെ 1.22 കഴിഞ്ഞിട്ടുള്ള 2 ഡെസിമൽ സ്ഥാനങ്ങളാണ് ആൻസറായ 5002 മാറ്റിയിടേണ്ടത്. അപ്പം നമ്മുടെ ആൻസർ 50.02 ആണ്. 86 5 സംഖ്യകളുടെ ശരാശരി 51 ആണ്. അതിൽ ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ 49 ആണ് ആൻസർ. 87 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? ഓപ്ഷൻ എ ആണ് ആൻസർ. 88 -1/3 -2/9 -4/3 എന്നീ സംഖ്യകളെ ആരോഹണക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. -4/3 ആണ് ഏറ്റവും ചെറുത്. അതിനേക്കാളും വലുത് -1/3 ആണ്. കാരണം ഈ രണ്ട് സംഖ്യകൾ നോക്കുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ -1 ആയിരിക്കും -4നേക്കാളും വലുത്. അതുകൊണ്ട് -1/3 ആണ് -4/3യേക്കാളും വലുത്. അത് കഴിഞ്ഞ് വരിക -2/9 ആണ്. 89 3 പേന വാങ്ങിയാൽ 1 പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? ഓപ്ഷൻ ഡി 25% ആൻസർ. 90 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30, 36, 48 എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്കത് ഒരേ സമയം മാറുകയാണെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ്? ഇങ്ങനെയുള്ള കേസുകളിൽ ഇവയുടെ LCM ആണ് നമ്മൾ എടുക്കുന്നത്. 30, 36, 48 എന്നീ സംഖ്യകളുടെ LCM എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 720 ആണ്. 720 സെക്കൻഡിനെ മിനിറ്റിലേക്കാക്കുമ്പോൾ 720നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. 1 4/3 ഹരണം 4 അധികം 2/3ൻ്റെ വില കാണുക. ഓപ്ഷൻ എ 1 ആണ് ആൻസർ. ഇവിടെ നമുക്ക് ബോർഡ് മാസ് ഉപയോഗിക്കാം. 92 മയൂക ഒരു വരിയിൽ പിന്നിൽ നിന്നും 15-മതും മുന്നിൽ നിന്ന് 16-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിലാകെ എത്ര പേരുണ്ട്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിൽ നമുക്ക് 15ഉം 16ഉം കൂടി കൂട്ടിയിട്ട് അതിൽ നിന്നും 1 കുറയ്ക്കാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 30 ആണ്. 93 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 4, 10, 28, 82. ഈ സംഖ്യകളുടെ ഇടയിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കാം. 4ഉം 10ഉം തമ്മിൽ 6, 10ഉം 28ഉം തമ്മിൽ 18, 28 കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസ് അടുത്ത സംഖ്യയുമായിട്ട് 82മായിട്ട് 54 അപ്പം ഈ ഡിഫറൻസ് ആയിട്ട് വരുന്ന സംഖ്യ 6, 18, 54 എന്നിവ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. 18 എന്ന് പറയുന്നത് 6നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത്. 54 മുൻപുണ്ടായിരുന്ന ഡിഫറൻസായ 18നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ 82 കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഈ തൊട്ട് മുൻപുള്ള ഡിഫറൻസായ 54നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 162 ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് 82 അധികം 162 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറായിട്ട് നമുക്ക് ഓപ്ഷൻ ഡി 244 ലഭിക്കും. 94 ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത്? ഓപ്ഷൻ സി സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ടു നമ്പറാണ് ശരി. 95 ഓസ്കാർ സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബുക്കർ ഓപ്ഷൻ എ സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 96 10ൻ്റെ സ്ക്വയർ 100 ആണെങ്കിൽ 100ൻ്റെ സ്ക്വയർ ഓപ്ഷൻ ബി ആണ് ആൻസർ 10,000. 97 വ്യത്യസ്തമായത് ഏത്? ഓപ്ഷൻ ബി ത്രികോണമാണ് ആൻസർ. ബാക്കിയെല്ലാം ക്വാഡ്രിലാറ്ററലുകളാണ്. ചതുരം, സമാന്തരികം, ലംബകം എന്നിവ 4 സൈഡുള്ളവ.
98. മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഓപ്ഷൻ സി 30 ആണ് ആൻസർ. 99. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഓപ്ഷൻ ബി IRH ആണ് ആൻസർ. 100ാമത്തെ ക്വസ്റ്റ്യൻ. 7.5 ഇൻറ്റു 22.36 അധികം 27.64 മൈനസ് 36.57 പ്ലസ് 3.43. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 75 ആണ്. ആദ്യം നമ്മൾ ബ്രാക്കറ്റ് വേണം വർക്കൗട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വേണം 7.5 എന്ന് പറയുന്ന സംഖ്യയുമായിട്ട് ആ സംഖ്യേനെ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പം നമുക്ക് ഓപ്ഷൻ സി 75 ആണ് ലഭിക്കുന്ന ആൻസർ. താങ്ക് യു ഫോർ വാച്ചിങ്.